പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് അവർ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എന്തായ ക്വാർട്ടർ റിസൾട്ട് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോടിയിലാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ 740 കോടിയാണ്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയോ 434 കോടിയാണ്. ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 71% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എന്തായ ക്വാർട്ടറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 1093 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഒരു 32% കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 1950 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 1620 കോടിയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 20% ടോട്ടൽ ഇൻകം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 1346 കോടിയായിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 44% കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 1300 കോടിയാണ് വരുന്നത്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 732 കോടിയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 78% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 1124 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 16% കൂടിയതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 402 കോടിയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 598 കോടിയാണ് വരുന്നത്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും പ്രോഫിറ്റ് ഒരു 33% കുറഞ്ഞതായിട്ട് കാണാം. ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനോ കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 333 കോടിയാണ്. അപ്പം ഏതാണ്ട് ഒരു 21% ഈ വർഷം കമ്പയർ ചെയ്യുമ്പോഴത്തേനും പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ EPS നോക്കുവാണെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ ഇവിടെ ബേസിക്കും അതുപോലെ തന്നെ ഡൈലൂട്ടഡ് എന്നും കാണാൻ സാധിക്കും. അതായത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ ചെയ്തതിന്റെ ഫലമായിട്ട് കമ്പനിയുടെ ഷെയറിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്വാർട്ടറിലെയും ഇതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയും ഈ വർഷത്തെ ക്വാർട്ടറിലെയും EPS പുതിയ ഷെയറിന്റെ എണ്ണത്തിൽ തിരുത്തി എഴുതിയേക്കുന്നതുകൊണ്ടാണ് ഇവിടെ ബേസിക് EPSും ഡൈലൂട്ടഡ് EPS എന്നും കാണുന്നത്. അപ്പൊ ഈ ക്വാർട്ടറിലെ EPS ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 13.45 പൈസയാണ്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലെയോ 19.92 പൈസയാണ്. ഇപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 32% EPS നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ വർഷത്തെ EPS എത്രയായിരുന്നു? 12.06 ആയിരുന്നു. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 12% EPS കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇയർ ടു ഇയർ നോക്കുവാണെങ്കിൽ കുറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ടോട്ടൽ എക്സ്പെൻസോ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു 78% കൂടിയിട്ടുണ്ട്. ഇയർ ടു ഇയർ ആണെങ്കിൽ ഒരു 16% കൂടിയിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ഒരു 33% കുറഞ്ഞിട്ടുണ്ട്. ഇയർ ടു ഇയറിൽ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ EPS നോക്കുവാണെങ്കിലോ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ EPS കുറഞ്ഞിരിക്കുകയാണ്. ഇയർ ടു ഇയർ നോക്കുമ്പോഴത്തേക്കും EPS കൂടിയതായിട്ട് നമുക്ക് കാണാം.